ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ നമ്മുടെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് നമ്മൾ സീരിയൽ റിവ്യൂ ആയിട്ടല്ല വന്നിരിക്കുന്നത്, നമ്മുടെ ഫാമിലിയിലെ ഒരു കുഞ്ഞു സന്തോഷം പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കാണുന്നവർക്ക് ഇത് അത്ര വലിയ സന്തോഷമൊന്നും ആയിരിക്കില്ല, പക്ഷേ എന്നെ അപേക്ഷിച്ച് എനിക്കിത് വലിയൊരു സന്തോഷമാണ്. അതുകൊണ്ടും കൂടിയാണ് നിങ്ങളുടെ അടുത്തൊന്ന് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ച് കുഞ്ഞു കുഞ്ഞു വീഡിയോസായിട്ട് എടുത്ത് എത്രത്തോളം വീഡിയോ എടുത്തത് ശരിയായിട്ടുണ്ടെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ എന്നാലും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഇന്ന് നമ്മളെല്ലാവരും കൂടെ നമ്മുടെ അമ്മ വീട്ടിലൊന്ന് ഒത്തുകൂടിയേക്കാണ് കേട്ടോ. ഒരുപാട് നാളുകളായിട്ട് നമ്മുടെ ഒരു ഗ്യാങ് അങ്ങോട്ട് സെറ്റായിട്ടുണ്ടായില്ല. കാരണം നമ്മുടെ മേമ്മയുടെ മോൻ ഞങ്ങളുടെ കൂട്ടത്തിലൊരാളാണ് അവൻ. അത് കാരണം കൊണ്ട് അവൻ ഇപ്പോൾ യൂറോപ്പിലോട്ട് പഠിക്കാനായിട്ട് പോയിട്ട് 4 വർഷം ആവാറായിട്ടുണ്ട്. അതിനുശേഷം അവൻ ഇന്നാണ്, അതായത് ഈ ആഴ്ചയിലാണ് അവൻ തിരികെ വന്നത്. അപ്പോൾ അന്ന് വന്ന സമയത്ത് വരുന്നതിന് മുന്നേ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ട്രിപ്പ് പോകണം എന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്ത് അവൻ സർപ്രൈസ് ആയിട്ടാണ് വരിക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം കറക്റ്റ് ഒരു ഡേറ്റ് ഒന്നും ഞങ്ങൾ ടൂറിന് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം പെട്ടെന്ന് ഒരു ദിവസമുണ്ട്, നമ്മുടെ മേമ വണ്ടിയിൽ നിന്ന് വീണിട്ട് കാലൊടിഞ്ഞു. അപ്പോൾ കാലൊടിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ആകെ വിഷമായി. ഇപ്പോൾ അവൻ വരുമ്പോഴേക്കും പ്ലാസ്റ്റ് വെട്ടിയില്ലെങ്കിൽ ട്രിപ്പൊന്നും പോകാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചു. അതേപോലെ തന്നെ മേമ വീണ് മേമയുടെ കാലൊടിഞ്ഞ് അതിൻ്റെ ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ അവൻ നാട്ടിലോട്ട് എത്തി കഴിഞ്ഞപ്പോൾ മേമയില്ലാതെ എങ്ങനെ ട്രിപ്പ് പോകുന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ മേമ പറഞ്ഞു, സാരില്ല, ഇനിയിപ്പോൾ എൻ്റെ കാര്യം ശരിയായി വരുമ്പോഴത്തേനും അവൻ തിരികെ പോയില്ലേ, നിങ്ങളെല്ലാവരും കൂടി പോയിക്കോളാൻ പറഞ്ഞ് ഞങ്ങൾ പാലക്കാടോട്ട് ഒരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തു. പക്ഷേ മഴ നമ്മളെ ചതിച്ച് പാലക്കാട് റെഡ് സോണൊക്കെ ആയ കാരണം കൊണ്ട് പിന്നീട് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ അങ്ങനെ എല്ലാവരും കൂടെ അമ്മ വീട്ടിലൊന്ന് ഒത്തുകൂടാമെന്ന് വിചാരിച്ച് അങ്ങനെ പ്ലാൻ ചെയ്തു. എല്ലാവർക്കും കൂടെ ഒന്ന് കൂടി പുറത്തുനിന്ന് ഫുഡൊക്കെ വാങ്ങിച്ച് കഴിച്ച് അങ്ങനെ ഒന്ന് സെറ്റാവാം എന്നൊക്കെ വിചാരിച്ച് ഒരു സിനിമയ്ക്കൊക്കെ പോയി അങ്ങനെ എന്താ പറയുക അടിച്ചു പൊളിക്കാമെന്നൊക്കെ വിചാരിച്ച സമയത്താണ് എൻ്റെ പൊന്നാങ്ങള ഒരു ഐഡിയ പറഞ്ഞത്. നമുക്ക് എല്ലാവർക്കും കൂടെ ചിക്കനൊക്കെ വാങ്ങി അതൊക്കെ എന്താ പറയുക മസാലയൊക്കെ പുരട്ടി വെച്ച് ഗ്രില്ലൊക്കെ അടിച്ച് അങ്ങനെ വട്ടം കൂടി വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു നൈറ്റ് വൈബാക്കിയാലോ എന്ന് അവനൊരു അഭിപ്രായം പറഞ്ഞപ്പോൾ അതെല്ലാവർക്കും ഓക്കെ ആയിരുന്നു. എന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ചിക്കനൊക്കെ വാങ്ങി, നമ്മുടെ മാമൻ ചിക്കനൊക്കെ സ്പോൺസർ ചെയ്ത് ഞങ്ങൾ ചിക്കനൊക്കെ വാങ്ങിച്ച് നമ്മുടെ അഞ്ചന അതൊക്കെ മസാലയൊക്കെ പുരട്ടി വെച്ച് ഞങ്ങളെല്ലാവരും കൂടെ ചെന്ന് അങ്ങനെ നമ്മൾ ഗ്രില്ലൊക്കെ അടിക്കാനായിട്ട് പ്ലാൻ ചെയ്തു. അപ്പോൾ അതിനുള്ള കരിയും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചു. ഗ്രില്ലൊന്നും നമ്മൾ വാങ്ങിയില്ല, നമ്മുടെ മാമൻ വെൽഡിങ്ങിൻ്റെ വർക്കാണ്. അത് കാരണം മാമൻ പറഞ്ഞു, ഗ്രില്ലൊക്കെ എന്തിനാ പൈസ കൊടുത്ത് വാങ്ങണേ, നമുക്ക് നമ്മുടെ മെഷ് ഇട്ടിട്ട് ഗ്രില്ലടിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മാമൻ്റെ മെഷ്, അതായത് നമ്മൾ ഗ്രില്ലൊക്കെ അടിക്കുന്ന ഒരു സംഭവമാണ് ഇങ്ങനെ കള്ളിയായിട്ടുള്ളത്. അപ്പോൾ അത് തന്നു. അത് കാരണം നമ്മൾ ഗ്രില്ലൊന്നും പൈസ കൊടുത്ത് വാങ്ങിയില്ല, പൈസ കുറഞ്ഞ് സന്തോഷം കൂടുതലായിട്ടുള്ള പരിപാടികളാണ് നമ്മൾ ചെയ്തത്. അതിനുശേഷം ഗ്രില്ലൊക്കെ തന്ന് നമ്മളങ്ങനെ ചെയ്തു. പക്ഷേ നമുക്ക് അറിയില്ല, പക്ഷേ വിഷ്ണുവിന് അറിയാം. അവനവിടെ യൂറോപ്പിൽ അവരിടയ്ക്ക് എല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ അവരിങ്ങനെ അൽഫാമും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട്, ഗ്രില്ലടിക്കാറുണ്ട്. എൻ്റെ അനിയനും കുറച്ചൊക്കെ അറിയാം. പക്ഷേ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അത് കാരണം കൊണ്ട് നമുക്ക് കരി പിടിപ്പിക്കാനൊക്കെ ഇതിൽ ടൈം പിടിച്ചു. നമ്മുടെ സ്നേഹമതിയായ അച്ചു എന്താ പറയുക, പട്ടി അവിടെ കിടന്ന് ഓടി നടന്നതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ഥലം അങ്ങോട്ട് വെള്ളം ഒഴിച്ച് അടിച്ചങ്ങോട്ട് കഴുകി. അപ്പോൾ നല്ല മഴക്കാലം കൂടി ആയതുകൊണ്ട് അവിടെ ഉണങ്ങാത്ത കാരണം കൊണ്ട് നല്ലോണം വെറ്റായിട്ടിരിക്കുകയായിരുന്നു. അത് കാരണം കുറേ നേരം ഇങ്ങനെ തുണി വെച്ച് തുടച്ചിട്ടൊക്കെയാണ് തീ കൂട്ടാനുള്ളൊരു സ്ഥലം നമ്മൾ ഉണക്കിയെടുത്തത്. അതിനുശേഷം എല്ലാവരും കൂടെ തീയൊക്കെ കൂടി ഇതൊക്കെ ഇട്ട് കത്തിച്ച് ഒരു കണക്കിനൊക്കെ തീയൊക്കെ പിടിപ്പിച്ചു. അപ്പോൾ നമ്മൾ നമ്മുടെ പട്ടിക്കുട്ടീനെ, അവിടെ ഒരു പട്ടിക്കുട്ടീൻ്റെ ഡുണ്ടു എന്നാണ് അവിടെ പേര്. അപ്പോൾ അവളെ നമ്മൾ ബാൽക്കണിയിൽ പൂട്ടിയിട്ടേക്കാണ്. കാരണം ഞാനടക്കം പട്ടീനെ പേടിയുള്ളവരാണ് അവിടെ ഇരിക്കുന്നതിൽ കൂടുതലും. അത് കാരണം കൊണ്ട് അവൻ ഇങ്ങോട്ട് വിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് വല്ലയിടത്തും കയറി നിൽക്കേണ്ടി വരും. അത് കാരണം അവൻ അവിടെ പൂട്ടിയിട്ടിരിക്കുകയാണ്. പിന്നെ മാത്രമല്ല, നമ്മൾ ഈ കനലൊക്കെ കാണുമ്പോൾ നല്ല മഞ്ഞ കളറിലുള്ള കാണുമ്പോൾ എന്ത് സാധനമാണെന്ന് വെച്ചിട്ട് വായങ്ങാനും കൊണ്ടുവന്നാൽ വല്ല അപകടമൊക്കെ പറ്റും. അത് കാരണം കൊണ്ട് അവൻ അതിൻ്റെ ഉള്ളിൽ പൂട്ടിയിട്ടേക്കാണ്. കാരണം നമ്മുടെ കനലിങ്ങനെ ചൊക്കാന്നിങ്ങനെ ഇങ്ങനെ വന്ന സമയത്ത് ഗ്രില്ലുമ്മേ എണ്ണയൊക്കെ തേക്കണേ അതൊന്നും നമുക്കറിയില്ല, അതൊക്കെ നമ്മുടെ വിഷ്ണുവിനറിയാം. അപ്പോൾ അവനതൊക്കെ എണ്ണയൊക്കെ തേച്ച് അതിനുശേഷം ഒന്നും കൂടെ തീയൊക്കെ വെച്ച് ഗ്രില്ലൊക്കെ നന്നായി ചൂടാക്കി നമ്മുടെ ചിക്കനൊക്കെ എടുത്ത് വെച്ച് അങ്ങനെ ആദ്യത്തെ ട്രിപ്പ് നമ്മൾ 10-11 പീസ് അങ്ങോട്ട് വെച്ചു. ഗ്രില്ലിൽ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടല്ലോ, വേഗം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ അതുകൊണ്ട് തന്നെ ആ ട്രിപ്പ് ആവാനായിട്ട് ഒരുപാട് സമയം പിടിച്ചു. നമുക്ക് അറിയാത്തതുകൊണ്ടാണ്. നമ്മൾ അറിയാത്തവർ ചെയ്യുമ്പോൾ ഇതിന് എന്തെങ്കിലുമൊക്കെ പാളിച്ചകൾ പറ്റുമല്ലോ. അപ്പോൾ വിഷ്ണു പറഞ്ഞു ഇത്ര അടുപ്പിച്ച് വെക്കേണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കേട്ടില്ലേ, നമ്മൾ വീണ്ടും ഇടയ്ക്ക് വെച്ചു. നമ്മളെല്ലാവരും 1.5 മണിക്കൂർ പിടിച്ചു ആ ഒരു ട്രിപ്പ് ആവാനായിട്ട്. പക്ഷേ പിന്നീട് നമുക്ക് ബോധം വന്ന കാരണം കൊണ്ട് നമ്മൾ 5-6 പീസ് വെച്ചുള്ളൂ. അത് വളരെ ഇതായിട്ടായി. അതിനുശേഷം അതിൻ്റെ മേലെ എണ്ണയൊക്കെ തൂക്കി കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇത് നമുക്ക് എത്ര വർഷം നമ്മൾ ഓർത്തെടുക്കും, നമ്മൾ അന്ന് ചെയ്തത് നമ്മൾ ഇങ്ങനെ ചെയ്തില്ല, ചെയ്ത മണ്ടത്തരങ്ങളാണ് കുറച്ച് പ്രശ്നങ്ങൾ ഓർമ്മയാണ്. അതോടുകൂടി വീഡിയോ എടുത്തത് നമുക്ക് എന്തെങ്കിലും ഒരിക്കൽ കാണുന്ന ശേഷം രണ്ടാമത്തെ ട്രിപ്പ് നമ്മൾ സന്തോഷമല്ലേ. കാരണം ഞങ്ങൾ ആദ്യത്തെ ട്രിപ്പ് നമുക്ക്
നമുക്ക് അറിയില്ല 10-11 പീസ് ഗ്രില്ലിന്റെ സ്ഥലം അനുസരിച്ച് അങ്ങോട്ട് വെച്ച്. പക്ഷെ അത് വെന്ത് കിട്ടാനായിട്ട് ഒരുപാട് ടൈം എടുത്തു. മാക്സിമം നോക്കുകയാണെങ്കിൽ 1.5 മണിക്കൂറോളം ആ ഒരു ഒറ്റ ട്രിപ്പിലിരുന്നു. അത് കാരണം കൊണ്ട് രണ്ടാമത്തെ ട്രിപ്പിൽ ഞങ്ങൾ എന്താ പറയാ ഒരു 5-6 പീസ് വെച്ചുള്ളൂ. കാരണം അത് ഫാസ്റ്റ് ആയിട്ടായി. പിന്നെ എല്ലാവരും ആള് കുത്തി നോക്കിയിട്ട് ഇതായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതിനുശേഷം എല്ലാം കൂടി കെട്ടിപ്പറക്കി ഞങ്ങൾ താഴെ വന്നു. താഴെ വന്നപ്പോഴത്തേക്കും ഞാനും എല്ലാം കൂടെ കുറച്ച് വീഡിയോ കൊടുത്തു. കാരണം നമ്മുടെ അമ്മാമ്മേടേലാണ് കൊടുത്തിരുന്നത്. അമ്മ നോൺ വെജ് കഴിക്കില്ല, അതുകൊണ്ട് അമ്മൂമ്മയ്ക്ക് ഇതൊന്നും വേണ്ടായിരുന്നു. അത് കാരണം കുട്ടീനെ നോക്കാൻ വേണ്ടി കൊടുത്തു. ഞങ്ങൾ എല്ലാവരും കൂടെ എല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് ഷെയർ ചെയ്ത് കഴിച്ച് വളരെ നല്ലൊരു മെമ്മറി ഉള്ള ദിവസമാക്കി മാറ്റി.